അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവം നീ മാത്രമെന്ന് കർത്താവോടേറ്റു ചൊല്ലിടും, അവനേറ്റു ചൊല്ലിടും. അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു ദൈവവചനം വായിച്ച് അതിൽ നിന്നും അല്പനേരം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മളോട് വചനത്തിൽ കൂടെ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതിനായി ഒരു വാക്യം വായിക്കുകയാണ്. 1 ദിനവൃത്താന്തം 17:16 വാക്യം വായിക്കുന്നു. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, യഹോവയായ ദൈവമേ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളിച്ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് ഒത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ദൈവസന്നിധിയിൽ താഴുന്ന ഒരനുഭവമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എൻ്റെ എന്ത് യോഗ്യത കണ്ടിട്ടാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തരുന്നത്? വെറും ഒരാട്ടിടയനായ എന്നെ ഇത്രത്തോളം ഉയർത്തി രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ ദാവീദ് നല്ലവണ്ണം മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം, പരിപാലനം, ദാവീദിനെക്കുറിച്ചുള്ള ഭാവി കാര്യങ്ങൾ, തൻ്റെ തലമുറയെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ ദാവീദ് അനുഭവിച്ചറിയുകയാണ്. ദാവീദ് സ്വയം മനസ്സിലാക്കുകയാണ്. അവൻ്റെ ഉള്ളിലെല്ലാം ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. താൻ ആരാണെന്നും ദാവീദിന് നല്ലതുപോലെ അറിയാം. എന്നാൽ ദാവീദിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ദാവീദിന് അറിയാൻ വയ്യായിരുന്നു. ദാവീദ് ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദിക്കുകയാണ്, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ച് പോലും അരുളിച്ചെയ്യുകയും ഇത്രയും വലിയ ശ്രേഷ്ഠ പദവികൾ തന്ന് എന്നെ ആദരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് ദാവീദ് അതിശയിച്ചു പോവുകയാണ്. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവവും മാനിക്കും. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും അവൻ അതിനെല്ലാം പ്രതിഫലം ഉണ്ടെന്ന് അവൻ്റെ മക്കളായ നാം ഓരോരുത്തരും മനസ്സിലാക്കണം. വെറുതെ കൈയും കെട്ടിയിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ നമ്മുടെ ഭാവി കാര്യങ്ങൾ, നമ്മുടെ തലമുറകളുടെ കാര്യങ്ങൾ വരെ അവൻ കരുതി ഓരോന്നും അവർക്ക് വേണ്ടി വയ്ക്കുന്ന ദൈവമാണ്. എനിക്കും നിനക്കും നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിച്ചാൽ, വചനം പറയുന്നത്, വിശ്വസിച്ചാൽ നീ അവൻ്റെ മഹത്വം കാണുമെന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദാവീദിൻ്റെ താഴ്മയും എളിമയുമാണ് ദാവീദിനെ എത്രത്തോളം ഉയർത്തിയത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെക്കുറിച്ച് അവൻ്റെ ഉള്ളിൽ ഒരു തീഷ്ണതയുണ്ട്. യഹോവയായ ദൈവത്തെ നിന്ദിക്കുന്നവരെ അവൻ വെറുതെ വിടുകയില്ല. അതാണല്ലോ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം തന്നെ. മല്ലനായ ബലിസ്തനായ ഗോലിയാത്തിനെ തകർക്കുവാൻ ദാവീദ് പറഞ്ഞതാണ്. 1 ശമൂവേൽ 17:45 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ച് കളയും. അവിടെയും ദാവീദിൻ്റെ സ്വന്തം കഴിവിനെയല്ല ഉയർത്തിയത്, ദൈവത്തിൻ്റെ നാമത്തെയാണ് ഉയർത്തുന്നത്. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞ് സ്വയം താഴുകയാണ്. ദൈവസന്നിധിയിൽ അവൻ താഴുന്നതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്നാൽ ദാവീദിനെക്കുറിച്ച് ദൈവിക പദ്ധതികൾ വളരെ വലുതായിരുന്നു. ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കൽ അയക്കുകയാണ്. അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളൊക്കെ അറിയിക്കുന്നു. യഹോവ നിനക്കൊരു ഗ്രഹം പണിയുമെന്നും ഞാൻ നിന്നോട്
അറിയിക്കുന്നു. നീ നിൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ പോകേണ്ടതിന് നിൻ്റെ ജീവകാലം തികയുമ്പോൾ ഞാൻ നിൻ്റെ ശേഷം നിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ നിൻ്റെ സന്തതിയെ എഴുന്നേൽപ്പിക്കുകയും അവൻ്റെ രാജത്വം സ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്കൊരാലയം പണിയും. അവിടെ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ദാവീദിൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഒരാലയം പണിയണമെന്ന്. അതിനുള്ള കാര്യങ്ങളൊക്കെ ദാവീദ് ഒരുക്കി വെച്ചു. അത് വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ വായിക്കുമ്പോൾ, അത് അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയും ദാവീദിൻ്റെ എത്ര വലിയ ഒരുക്കമായിരുന്നു എന്നുള്ളത്. അവിടെ പറയുന്നു, 1,00,000 താലന്ത് പൊന്നും 10,00,000 താലന്ത് വെള്ളിയും താമ്രവും ഇരുമ്പും സ്വരൂപിച്ചു വെച്ചു, മരവും കല്ലും ഒക്കെ ഒരുക്കി വെച്ചു. എന്നാൽ ദൈവം അത് ദൈവത്തിന് സമ്മതമല്ലായിരുന്നു. ദാവീദിനെ കൊണ്ട് ആലയം പണിയുവാൻ ദൈവത്തിന് ആ വിഷയത്തിൽ സമ്മതമില്ലായിരുന്നു. ആലയം പണിയാനുള്ള നിയോഗം ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജാവിനായിരുന്നു. ദൈവം അത് നിയോഗം കൊടുത്തിരുന്നതെന്ന് അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ. ദൈവകാര്യങ്ങൾ ചെയ്യാൻ ദൈവം ചിലരെ തിരഞ്ഞെടുത്തു. അവരെ കൊണ്ട് മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ. ദൈവത്തിൻ്റെ നിയോഗം മനസ്സിലാക്കി വേണം ദൈവകാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാൻ. അതിൻ്റെ ദിനവൃത്താന്തം 22:7-8 വരെ വായിക്കുമ്പോൾ ദൈവം ദാവീദ് ശലോമോനോട് പറഞ്ഞത്, മകനെ, ഞാൻ തന്നെ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിനൊരു ആലയം പണിയാൻ താല്പര്യപ്പെട്ടിരുന്നു. എങ്കിലും എനിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായ എന്തെന്നാൽ, നീ വളരെ രക്തം ചീന്തി വലിയ യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ എൻ്റെ നാമത്തിനൊരാലയം പണിയരുത്. നീ എൻ്റെ മുമ്പാകെ ഭൂമിയിൽ ബഹുരക്തം ചീന്തിയിരിക്കുന്നു. നിൻ്റെ മകനായ ശലോമോൻ എനിക്ക് ആലയം പണിയും. അവൻ എനിക്ക് മകനായും ഞാൻ അവൻ അപ്പനായും ഇരിക്കും. പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതികൾ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് ദൈവത്തിന് ആലയം പണിയാനും പള്ളി പണിയാനും ഒക്കെ പണം ചിലവാക്കാനും ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അതൊന്നും ദൈവത്തിന് നിയോഗമല്ല. ചെയ്താൽ ദൈവം പ്രസാദിക്കത്തില്ല. അതാരായിരുന്നാലും, വിശ്വാസിയായാലും സഭയുടെ അധ്യക്ഷനായിരുന്നാലും, ദൈവനിയോഗമുള്ളവർ ചെയ്താൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. മോശമായ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുകയും ചെയ്താൽ ദൈവം അതൊന്നും അംഗീകരിക്കത്തില്ല. അതിന് യോഗ്യരായവരെ കൊണ്ട് മാത്രമേ ദൈവം ചെയ്യിപ്പിക്കുകയുള്ളൂ. എന്നാൽ ദാവീദിൻ്റെ നല്ല താല്പര്യങ്ങളെ ദൈവം അംഗീകരിച്ചു. ആ താല്പര്യങ്ങൾക്കുള്ള പ്രതിഫലം ദൈവം ദാവീദിന് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ വേണ്ടി ഒരുങ്ങിയ ദാവീദിനെ ദൈവം ഒരു ഗൃഹം പണിയുന്നതായിട്ട് അവിടെ പറയുന്നു. 1 ദിനവൃത്താന്തം 17:10 യഹോവ നിനക്ക് ഒരു ഗൃഹം പണിയുമെന്നും ഞാൻ നിന്നോട് അറിയിക്കുന്നു. നാഥാൻ പ്രവാചകൻ ചെന്ന് ദാവീദിനോട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി ആലയം പണിയാൻ താല്പര്യം കാണിച്ച ദാവീദിന് മാന്യമായ ഗൃഹം ദൈവം പണിയുകയാണ്. അവൻ്റെ തലമുറയായ ശലോമോനെ കൊണ്ട് ആലയം പണിയിച്ച് ശലോമോനെ പ്രശസ്തനാക്കി അവൻ്റെ സിംഹാസനം സ്ഥിരമാക്കാൻ അങ്ങനെ ദാവീദിൻ്റെ ഗൃഹം പണിയുമെന്ന് ആണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. അതിൻ്റെ തലമുറകളെ പോലും അനുഗ്രഹിച്ച് അവരെ പ്രശസ്തരാക്കി നിർത്തുകയാണ്. അങ്ങനെയാണ് ദൈവം ഗൃഹം പണിയുന്നത്. ദൈവാലയം പണിയാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദൈവകാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതിനുവേണ്ടി ദൈവം നമുക്കും ദൈവം അതിനുവേണ്ടിയുള്ള പ്രതിഫലം നമുക്ക് ദൈവം തരും. ചിലപ്പോൾ ഈ ഭൂമിയിൽ സ്വന്തമായി ഭവനമില്ലാത്തവരായിരിക്കും ദൈവാലയം പണിയാനും ദൈവത്തിന് വേണ്ടി ഓടി നടക്കാനും ഒക്കെ കൂടുതൽ ആൾക്കാരും പലരും അങ്ങനെ അവരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ അവർ ചെയ്യുമ്പോഴായിരിക്കും ദൈവം അവർക്ക് വേണ്ടി മനോഹരമായ ഭവനം ചമയ്ക്കുകയും അനുഗ്രഹങ്ങൾ അവൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവൻ്റെ ഗൃഹം ദൈവം തന്നെ പണിയും. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ടാണ് ദാവീദ് വളരെ താഴ്മയോടെ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. അവൻ്റെ ഹൃദയം പിടഞ്ഞ് വികസിക്കുവാൻ തുടങ്ങി. അവൻ ദൈവത്തോട് പറയുകയാണ്, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ?
എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എന്നാണ് ദാവീദ് ചോദിക്കുന്നത്. അവിടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്. അവനെക്കുറിച്ചുള്ള ദൈവ പദ്ധതികളെക്കുറിച്ച് ഓർത്തപ്പോൾ ദാവീദിന് അടങ്ങിയിരിക്കുവാൻ കഴിയുന്നില്ല. ദാവീദിന് വളരെ സന്തോഷമായി. ദൈവത്തിൻ്റെ ആലോചന കേട്ടപ്പോൾ ദാവീദിൻ്റെ ഹൃദയം പിടഞ്ഞ് വസിക്കുവാൻ തുടങ്ങി. ദൈവം ഞാൻ നനച്ചതിലും ആഗ്രഹിച്ചതിലും ഒക്കെ അപ്പുറമായി എന്നെ നടത്തുന്നു. എൻ്റെ ദൈവത്തിന് വേണ്ടി ആലയം പണിയണമെന്ന് പദ്ധതിയിട്ടപ്പോൾ തന്നെ ദൈവം എൻ്റെ ഗ്രഹം പണിയുമെന്ന് ഇങ്ങോട്ട് ആലോചന പറയും. പ്രിയമുള്ളവരെ, നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്താൽ അതിൻ്റെ കണക്ക് തീർത്ത് ഇരട്ടി നന്മകൾ കൊണ്ട് നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വ്യവസ്ഥകളും പ്രമാണങ്ങളും വേദപുസ്തകം പറയുന്ന ആ ഉപദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമ്മളെക്കൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. അത് നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതികളാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ ഈ ദിവസങ്ങളിൽ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ മേലുള്ള പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.